നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതായത് ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഞാൻ 18-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തെ വീഡിയോ ആണ്. നമ്മൾ നേരത്തെ എണീറ്റ് പുലർച്ചെ ഒരു 4:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിൽക്കുന്നത് KSRTC സ്റ്റാൻഡിലാണ്. വണ്ടി ഞാൻ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടിടുകയാണെങ്കിൽ നമ്മളെപ്പോഴാണ് എടുക്കണമെന്ന് വെച്ചാൽ അത് വരുന്ന ചാർജ് ഉണ്ടാവും, ചെറിയൊരു ചാർജ് ഉണ്ടാവും. അത് കൊടുത്താലും നമ്മുടെ വണ്ടി സേഫായിട്ടിരിക്കും. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാനും പിള്ളേരും കൂടി പോകണത് പുതിയ സ്റ്റാൻഡിലേക്ക് കേട്ടോ. സമയം 5 മണിയാവണം. അപ്പോൾ പുതിയ സ്റ്റാൻഡിൽ പോയാൽ ഞങ്ങൾക്കൊരു ബസ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം അവിടെ ഒരു 5:30 ഒരു ബസ് ഉണ്ടാവലുണ്ട്. ഞങ്ങൾ മുമ്പ് എപ്പോഴും 2 പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ആ ബസ്സുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഒരു ബസ് ഇപ്പോൾ കുറേ നാളായിട്ട് എടുക്കാറില്ല. പിന്നെയുള്ള സമയത്തുള്ള ഒരു ബസ് എന്ന് പറയണത് പിന്നെ നമുക്ക് കിട്ടുന്ന ബസ്സിൻ്റെ ടൈം പറഞ്ഞത് ഒരു 6 മണിയൊക്കെ ആവും തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും നേരെ തിരിച്ച് 6 മണിയല്ല 6:20 അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും KSRTC സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള നടത്തമൊക്കെ അടിപൊളിയാട്ടോ, എനിക്കിഷ്ടമാണ്. ചെറിയൊരു തണുപ്പും പിന്നെ ആ സമയത്തുള്ളൊരു കാഴ്ചകളും പിന്നെ റോഡൊക്കെ ഇങ്ങനെ എപ്പോഴും ആ ഒരു തിരക്കൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ ആണെങ്കിൽ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. മറ്റേത് എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ഉണ്ടാവും കയ്യിൽ. ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടല്ലേ, അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട്. പിന്നെ കണ്ടില്ലേ, നിറച്ച് നോക്കി സ്റ്റാൻഡിൽ നിറച്ച ആൾക്കാരാണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെക്കേഷൻ്റെ ടൈമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ അത്. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാണിച്ചു തരാമെന്നല്ല, അത് ഉള്ളതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ് കിട്ടിയത് 5:50 ആയിട്ടുണ്ട് കേട്ടോ ബസ്സിൻ്റെ ടൈം. അപ്പോൾ എന്നാലും വേണ്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ കയറി. പിന്നെ ഞാനും നന്ദു ഒരുമിച്ച് ബാക്കിൽ ഡോറിൻ്റെ അടുത്ത്, ഫ്രണ്ട് സീറ്റ് തന്നെയാണ്, പക്ഷേ ഡോറിൻ്റെ അടുത്തുള്ള 2 പേരിരിക്കുന്ന സീറ്റിൽ ഞങ്ങളിരുന്നത്. കുഞ്ചൂസ് ഞങ്ങളുടെ മുമ്പിലത്തെ ഒരൊറ്റ സീറ്റിൽ അവരിക്കുന്നുണ്ട്. അവനെപ്പോഴും ഫ്രണ്ടിൽ പോയിരിക്കണം, കാഴ്ചകളൊക്കെ കാണണം, അവനതാണ് ഇഷ്ടം. എനിക്ക് ട്രെയിന് പോകാനായിരുന്നു ഇഷ്ടം, പിള്ളേർക്ക് പ്രൈവറ്റ് ബസ്സിന് പോകാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് KSRTC. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല യാത്രയായിരുന്നു. എനിക്ക് ഈ യാത്ര എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ആസ്വദിച്ച് തന്നെയാണ് പോയത്. നമുക്ക് എറണാകുളം ബസ് കിട്ടിയത് കൊണ്ട് ഒരൊറ്റ ബസ് കയറിയാൽ മതിയായിരുന്നു വീട്ടിലേക്ക്. അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ പിന്നെ മാറിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് തോന്നുന്നു. നല്ല ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിലിരുന്നിട്ട്. അങ്ങനത്തെ നമ്മുടെ വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ട് മക്കൾക്ക് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും വാങ്ങിയില്ല. തക്കുടൂനും അബിക്കൊക്കെ കൊടുക്കാനേ ചേച്ചിയുടെ പിള്ളേർക്ക്. അപ്പം മിഠായിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തേക്ക് നടന്ന് പോകട്ടെ. അത് അപ്പോൾ കണ്ട റോഡ് പണിയൊക്കെ നടക്കണം നോക്കി അവിടെ മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് നല്ല വെയിലും ഉണ്ട്, അതാണ് ഞാൻ ഷോൾ തലയിൽ കൂടി ഇട്ടേക്കണേ. പിന്നെ ഇത് ചേച്ചിയുടെ മക്കളും എൻ്റെ മക്കളൊക്കെ കൂടിയത് ഇങ്ങനെയാണ് ഉണ്ടാവാറ്. അവർ കയറി അവരേതായ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവരെപ്പോഴെങ്കിലും ഇങ്ങനെ കാണുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഞാൻ പോയി നൈറ്റൊക്കെ മാറി. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ അത്. അപ്പോൾ ഞാൻ വേഗം ചേച്ചിയുടെ നൈറ്റ് കേട്ടോ. അപ്പോൾ നൈറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ. അപ്പോൾ വേറെ വലിയ പണിയൊന്നും എനിക്കില്ലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ വരുമ്പോഴത്തേക്കും ചേച്ചി ചിക്കൻ കറിയും പിന്നെ ക്യാബേജ് തോരനും പിന്നെ അതുപോലെ പുട്ട്, രാവിലത്തേക്ക് ഞങ്ങൾക്ക് പപ്പടം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ചെറിയ മോനാട്ടോ കിടന്ന് ഓടുന്നത്. പിന്നെ ഉച്ചക്കലത്തേക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നല്ല, കുറച്ചധികം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ഹാർബറിൽ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നന്നായി മീനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഏതായിട്ടൊരു പണിയും ചെയ്തില്ലല്ലോ, അപ്പോൾ മീനൊക്കെ നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തേക്കും നാളത്തേക്കും ഒക്കെ എല്ലാ മീനും കൂടി ഞാൻ മുറിക്കാനായിരുന്നു. പൊതുവെ എനിക്ക് ഇഷ്ടമാണ് മീൻ മുറിക്കാൻ. പക്ഷേ ചില സമയത്തൊന്നും കുറേ മീൻ മുറിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഞാൻ വേറൊരു ജോലിയും ചെയ്തില്ലല്ലോ. ചേച്ചി ഞാൻ വരുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാ പണി തീർത്തിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ചുറ്റിനും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തക്കൂടാണ് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോരയാണ് മീൻ കിട്ടിയത് കേട്ടോ. ആ കോരക്കുട്ടിയും പിന്നെ അതുപോലെ ഒരു 3-4 വെള്ള പോലെ ചെറുതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ എനിക്ക് മീൻ മുറിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ആദ്യം മീൻ മുറിക്കാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ കോഴിക്കോട് വന്നിട്ടാണ് ഞാനും മീൻ മുറിക്കാനൊക്കെ ആയിട്ട് പഠിച്ചത്. അപ്പോൾ എനിക്ക് പിന്നെ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കത്രിക കൊണ്ടൊക്കെ മീൻ വെട്ടാൻ എനിക്കിഷ്ടമാണ്, വേഗം തീരുമല്ലോ. അതിനിടെ പൂച്ചയ്ക്ക് മീനിട്ട് കൊടുക്കണം കേട്ടോ. പൂച്ചയ്ക്ക് ഒരു കഷ്ണം തലക്കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മോൻ പിന്നെ ഇതേ കണ്ട അടുത്ത് ഇങ്ങനെ കസേര ഇട്ടിട്ട് വന്നിരുന്ന് വർത്താനം പറയണം എൻ്റെ അടുത്ത്, ഓരോന്നിങ്ങനെ സംശയങ്ങളും കാര്യങ്ങളും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി തന്നെ കേട്ടോ മസാല ഒക്കെ കൂട്ടി വെച്ചേക്കണേ മീനിൽ. ബാക്കി പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മീൻ മുറിച്ച് കൊടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
പിന്നെ അതേ മീൻ പൊരിച്ചത്. ഇത് കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ കരിഞ്ഞ് പണിയായിരുന്നു, പക്ഷെ അതൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മസാല ഒക്കെ ഇങ്ങനെ എടുത്തപ്പോൾ ഈ ഒരു ഇതിലാണ് കിട്ടിയത് എനിക്ക്. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചത്, ചിക്കൻ കറി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. പപ്പടം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാനിതൊക്കെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ 19-ാം തീയതി കേട്ടോ തിരിച്ചു പോരണത്. 18-ന് വൈകിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും എന്നെ അവർ വിട്ടില്ല. പിന്നെ ഞാൻ നിന്നവിടെ. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ 19-ന് ഞാനും പപ്പടും പിള്ളേരൊക്കെ കൂടി ഇങ്ങോട്ട് പോരുകയാണ്. പപ്പടു പോയതിന് ശേഷമാണ് ഞാൻ ഇതെടുക്കണത്. പപ്പടു അവളെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവൾ പോയി. അവൾ ഇറങ്ങിയിട്ടൊരു 3/4 മണിക്കൂർ ദൂരമുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാൻഡിലേക്ക് ഇട്ടാൽ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നു. വണ്ടിയാണെങ്കിൽ ആകെ പൊട്ടി പിടിച്ച് കിടക്കിയിരുന്നു കേട്ടോ, അവിടെ ഇട്ട് പോയതല്ലേ. അപ്പോൾ ഞാനതൊക്കെ കഴുകി. പിന്നെ ഞാൻ വരുമ്പോൾ പപ്സ് വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ പപ്സും ചായയും കുടിച്ചു. എന്ന് വെച്ചാൽ 2 ദിവസം വണ്ടി എടുക്കാത്തല്ലേ. അപ്പോൾ ഞാൻ വേഗം വണ്ടി എടുത്ത് പോവാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം വണ്ടി എടുത്ത് ഓടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം ചായയും കുടിച്ച് പോകാൻ റെഡി ആവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ കേട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാം.